ഉടയുന്നു വരും ഓർമ്മകൾ കുഞ്ഞിളം ചിരി വരയ്ക്കും ചിതറിയ കളിപ്പാട്ട നമ്മളാം പൂക്കാലം. നമ്മളെ പൂക്കാലത്തിന്റെ ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ട ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളാണ്. നിങ്ങൾ കേട്ടത് ഗോപകുമാർ മുതുകുളത്തിന്റെ വരികളായിരുന്നു. മകൾക്ക് അദ്ദേഹത്തിന്റെ രചന പ്രിയപ്പെട്ട വിനോദ് രാമരിയുടെ ശബ്ദത്തിലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഓരോ പ്രിയപ്പെട്ടവരെയും FM 99.7 നമ്മളാം കാലം ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളും അതോടൊപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ രചന പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് MyFMന്റെ ലൈവ്. എന്തായാലും റീഡിംഗ് ടൈമിൽ ഒത്തുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ സ്നേഹം അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് പങ്കുവയ്ക്കുന്ന വിവരങ്ങളും നിങ്ങൾ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന സ്നേഹവും ഒക്കെ തന്നെയാണ് MyFMന്റെ ഇങ്ങനെ ഒരു പരിപാടി. ജിൻസി സന്തോഷ് ആനക്കരയെ പോലെ മികച്ച എഴുത്തുകാരി നവമാധ്യമങ്ങളിലൂടെ വളരെ ഭംഗിയായി തന്നെ വോയിസ് ബ്രേക്കിംഗ് എന്ന് വീണ്ടും പ്രിയപ്പെട്ട അവതരിപ്പിക്കുമ്പോൾ അതിൽ വോയിസ് ബ്രേക്ക് ആവുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്, വലിയ സങ്കടമാണ്. കാരണം ജിൻസിയുടെ രചനകളൊക്കെ തന്നെ നമുക്ക് വളരെ ഭംഗിയായി പരിചയപ്പെടുത്താനാവുന്നില്ല, അതിൻ്റെ ആഴലേക്ക് ഇറങ്ങാനാവുന്നില്ല എന്നുള്ളത് വളരെ ഉൾക്കൊള്ളുന്നു. VSനെ കുറിച്ച് VS അച്യുതാനന്ദൻ എന്ന കേരളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നേതാവിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ച്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എഴുതിയ വരികളുണ്ട്. മരിക്കുക വിപ്ലവത്തിൻ പൂർണ്ണമായ തേജസ് എന്ന തലക്കെട്ടോടുകൂടി എഴുതിയിട്ടുള്ള ആ ഒരു രചന തീർച്ചയായും ജിൻസിയുടെ രചനകൾ നമ്മൾ പങ്കുവയ്ക്കും. ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് മാറിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പ്രിയപ്പെട്ട ഷമീകാരെയും അറിയിക്കുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടു കൂടി MyFMലെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 നമ്മൾ കാലം നമ്മൾ ആരംഭിക്കുന്നത് കോവിഡ് കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി MyFM ആരംഭിച്ചപ്പോൾ വളരെ ചേർന്നിട്ടുള്ള എഴുത്തുകാരിലാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇപ്പോഴും വോയിസ് ബ്രേക്ക് ആവുന്നു എന്നുള്ളത് ജയരാജേട്ടനും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം അവസ്ഥകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ അടുത്ത വാരം വളരെ ഭംഗിയായി തന്നെ നമുക്ക് പരിപാടി അവതരിപ്പിക്കാനാവുമെന്ന് വരുന്നു. വോയിസ് ബ്രേക്ക് ആവുന്നുവെങ്കിൽ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വായിച്ച് ആസ്വദിച്ച രചനകളുടെ സൗന്ദര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നൊരു പരിപാടിയിൽ അത് വോയിസ് ബ്രേക്കായി നിങ്ങൾക്കതിൻ്റെ ആസ്വാദനം നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് തീർച്ചയായും അവതരിപ്പിക്കാനാവില്ല. അതിൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സത്യസന്ധമായി തന്നെ ഞാൻ പറയട്ടെ, തീർച്ചയായും നമ്മൾ വരും ദിവസങ്ങളിലും വളരെ ഭംഗിയായി രചനകളുമായി ഒത്തുകൂടും. ഇത്തരം തടസ്സങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെ MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ ചേരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ജിൻസി സന്തോഷ് ആനക്കരയുടെ രചനകളാണ് നമ്മൾ പങ്കുവച്ചത്. വരും ദിവസങ്ങളിൽ ഏറെ സ്നേഹത്തോടുകൂടി ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെ രചനകളുമായി നമ്മളെത്തും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറെ സ്നേഹത്തോടു കൂടി പങ്കുവെച്ച ഒട്ടനവധി സുഹൃത്തുക്കളുടെ രചനകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും എഴുത്തുകളും അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ തന്നെ അറിയിക്കും. തീർച്ചയായും വോയിസ് ആവുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയിക്കണമെന്ന് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചതിൽ സന്തോഷപ്പെടുത്തി
ടീച്ചറെ പോലെ വളരെ സജീവമായി നവമാധ്യമങ്ങളിൽ എഴുതുന്ന ഒരാളുടെ രചനകൾ പങ്കുവയ്ക്കുന്ന ഒരു വേദി ഇങ്ങനെ അലങ്കോലമായി അല്ലെങ്കിൽ അത് പറ്റാതെ പോയി എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ശക്തപരങ്ങളിലെ എന്ന കഥാസമാഹാരം അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് രചനകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട രചനകൾ വളരെ ഇന്നത്തെ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ രചനകളെ വസന്തമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇങ്ങനെയൊരു ലൈവിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിച്ചതിൽ ഉള്ള ഖേദവും വളരെ ഹൃദയപൂർവ്വം തന്നെ അറിയിക്കുകയാണ്. തുടരൂ എന്ന് പറയുന്നുണ്ട്, ശബ്ദപ്രശ്നം നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ജരേട്ട അത്യാവശ്യം ഭംഗിയായി കേൾക്കാൻ കഴിയുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കും ഒരു ആത്മസംതൃപ്തിയാണ് ഇത് അവതരിപ്പിക്കാൻ. എന്താണ് ജയരാജേട്ടന് തോന്നുന്നത്? ജയരാജേട്ടൻ എന്താണ് തോന്നുന്നത്? ജയരാജേട്ടൻ വാപ്പാല ജയരാജ് പ്രിയപ്പെട്ട സുഹൃത്താണ്. ആദ്യകാലത്തിൽ മുതൽ തന്നെ മൈഎഫ്എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന പാലക്കാട് നിന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിൽ നിന്നും മുംബൈയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം നിറഞ്ഞു നിൽക്കാറുണ്ട്. കുമാർ സുനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ചലച്ചിത്ര താരം, മികച്ച രണ്ടാമത്തെ നടനുള്ള ദേശീയ ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ള മികച്ച നടൻ കുമാർ സുനിലാണ് ലൈവിൽ എത്തിയിരിക്കുന്നത്. കുമാർജിയെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും തടസ്സമെന്ന് അറിയിക്കുന്നുണ്ട് ജയരാജേട്ടൻ. എന്തായാലും ഇത്തരം തടസ്സങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വളരെ ഭംഗിയായി തന്നെ ഈ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകും. എന്താണ് ഇത്തരത്തിലൊരു തടസ്സത്തിൻ്റെ കാരണമെന്നുള്ളത് നമ്മൾ കണ്ടെത്തും. അതിൻ്റെ പരിഹാരങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. IFM-ൻ്റെ ഈ ലൈവിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ സ്നേഹനിർഭരതയോടുകൂടി നമ്മളോടൊപ്പം ചേർന്ന് നിന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓർക്കുകയാണ്. സലീം ചേനത്തെ പോലെ എഴുത്തുകാരനായിട്ടുള്ള പ്രിയപ്പെട്ട ഓരോ സുഹൃത്തുക്കളും എഴുത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്നേഹം പങ്കുവയ്ക്കാറുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് തന്നെ സ്നേഹപുരസ്സരം സലീമിൻ്റെ ചില രചനകൾ പങ്കുവയ്ക്കാം. 5 നേരം ബാങ്ക് കൊടുക്കുന്ന നിന്റെ ചങ്കു കൊണ്ടൊന്ന് കൂകിപ്പറയണം, ആ കുന്ന് ഇടിക്കരുതെന്ന്. മണ്ണും മരവുമില്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. 5 നേരം ബാങ്ക് കൊടുക്കുന്ന നിന്റെ ചങ്കു കൊണ്ടൊന്ന് കൂകിപ്പറയണം, ആ കുന്ന് ഇടിക്കരുതെന്ന്. മണ്ണും മരവുമില്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകുമെന്നാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. പിതാക്കന്മാരും മഠത്തെ കന്യാസ്ത്രീകളും പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു മരമെങ്കിൽ നടണം, ഇല്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. പിതാക്കന്മാരും മഠത്തിലെ കന്യാസ്ത്രീകളും പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു മരമെങ്കിൽ നടണം, ഇല്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകും. ഒക്ടോബർ 2 എന്ന തലക്കെട്ടോടുകൂടി സലീം എഴുതുന്നു, ഗാന്ധി ജയന്തി ദിനത്തിൽ ചിത്രരചനാ മത്സരത്തിൽ ഒന്നാം നേടിയത് ഗോഡ്സെ ചിത്രത്തിനാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റം, സാമൂഹികമായിട്ടുള്ള മാറ്റത്തെയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് എഴുത്തുകാരൻ, കോഴിക്കോട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അരുൺ ജി എം ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല സ്നേഹത്തോടു കൂടി അരുൺ ജി എമ്മിനെയും സ്വാഗതം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ജിൻസി സന്തോഷ് ആനക്കരയെ പോലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടുള്ള ആദരവ് തോന്നുന്നത് എന്ന് വെച്ചാൽ, കവിത എഴുതുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രക്രിയയല്ല. ജന്മസിദ്ധമായ കഴിവും കഠിനാധ്വാനവും ആവശ്യമായ ഒരു പ്രക്രിയയാണ് എഴുത്ത് എന്നത്. ഹായ് ഷാമോൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കണ്ണൻ റാം ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും നല്ല കവിതകളും നോവലുകളും ചരിത്രങ്ങളും ഒക്കെ ധാരാളം വായിക്കുന്നവർക്കാണ് അങ്ങേയറ്റ് എഴുതാൻ കഴിയുക. അത്തരത്തിൽ വളരെ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, വായനയിലൂടെ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ക്ഷമയോടെ വായിക്കുവാനും തിരുത്തുവാനും തിരുത്തുകളിൽ അധിഷ്ഠിതമായി വളരെ ക്ഷമയോടുകൂടി തന്നെ രചനകൾ പങ്കുവയ്ക്കാനുമൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ ഇവരെ ശരിയായ രീതിയിൽ
വിശകലനം ചെയ്യാൻ കഴിയും, വിലയിരുത്താൻ കഴിയണം, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും, അഭിനന്ദനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. തീർച്ചയായും അത്തരത്തിൽ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് തന്നെ വളരെ ഭംഗിയായി എഴുതാറുള്ള സന്തോഷം. കവിത എഴുതാനും ആസ്വദിക്കാനുമുള്ള അഭിരുചിയുള്ള ഓരോ പ്രിയപ്പെട്ടവരും IFM-ന് നിറഞ്ഞ സ്നേഹമാണ്. വ്യക്തിപരമായി എനിക്കും വളരെ വലിയ സ്നേഹമാണ്. ആ ഒരു എഴുത്തിൻ്റെ ആനന്ദമൊക്കെ നൽകാറുള്ള സന്തോഷമൊക്കെ ഞാൻ പങ്കുവയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്തിന് ശേഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ലൈവ് തുടങ്ങിയപ്പോൾ നമ്മൾ ആദ്യം പങ്കുവെച്ചത് ബഹിയയുടെ രചനകളായിരുന്നു. ബഹിയ ആ രചനകൾ കേട്ടതിന് ബഹിയയുടെ 7-8 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് വളരെ സജീവമായി തന്നെ വളരെ നിറഞ്ഞു നിൽക്കുന്ന പല ഗ്രൂപ്പുകളിലുമുള്ള അധ്യാപികയായിട്ടുള്ള എഴുത്തുകാരിയാണ്. വോയിസ് ക്ലിയർ അല്ലാന്ന് ജിതിനാർ പണിക്കറും അറിയിക്കുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ പങ്കുവെച്ചുകൊണ്ട് വരുന്ന ആഴ്ച നമ്മൾ വളരെ ശക്തമായി തന്നെ അപ്പോൾ ഞാൻ ബഹിയയുടെ ആ ഒരു കുറിപ്പിനെ കുറിച്ച് ബഹിയയുടെ രചനകൾ പങ്കുവെച്ചപ്പോൾ പങ്കുവയ്ക്കുന്നത് കുറിച്ചിട്ടാണ് പറഞ്ഞു. പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്നു. മണിക്കൂറോളം സംസാരിക്കാൻ എന്താണ് എന്നിലുള്ളത് എന്ന് അത്ഭുതമായിരുന്നു. ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ മറ്റാരും കേൾക്കാതെ അടുക്കളയിൽ ഓണാക്കി വെച്ച് പണികളിലേക്ക് കടക്കുന്നത് ആ ഒരു കൗതുകത്തിലാണ്. ഒപ്പം അതിനുള്ള കണ്ടൊന്നും എനിക്കില്ല പേടിയും ജാള്യതയും. പക്ഷേ ഞാൻ മറന്നുപോയ ഒരെന്നെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി. ഇങ്ങനെയൊക്കെ ഒരു കാലത്ത് ഞാൻ എത്തിയിരുന്നു എന്ന് എവിടെയോ മറന്നുപോയിരുന്നു. ശരിക്കും ഞാൻ ഉണ്ടായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ എഴുതിയിരുന്ന മാധ്യമങ്ങളിലും ഞാനും മക്കൾ പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ എഴുതിയിരുന്നതൊക്കെ വളരെ സത്യസന്ധമായി ആളെന്നുള്ള രീതിയിലും ഞാനാകട്ടെ ക്ലിയർ ആകുന്നില്ല, വിട്ടു പോകുന്നു കണക്കാന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇന്നിവിടെ അവസാനിപ്പിക്കാം. വളരെ ഭംഗിയായി തന്നെ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഉൾപ്പെടെ ഉള്ള രചനകളുമായി നമ്മൾ എത്തിച്ചേരും. അടുത്ത ആഴ്ച പ്രിയപ്പെട്ട ഗോപകുമാർ മുതുകുളത്തിൻ്റെ രചനകൾക്കൊപ്പം പങ്കുവയ്ക്കാൻ പറ്റാതെ പോയ രചനകളും ഒക്കെയായി നമ്മൾ ഇനി കൂടും. എല്ലാ പ്രിയപ്പെട്ടവരും സ്നേഹം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. This is my FM 90.7. ഈ ഒരു ലൈവിൽ സത്യത്തിൽ ഇത്തരത്തിലൊരു നിങ്ങൾ നൽകുന്ന രചനകൾ വായിക്കണം. അതോടൊപ്പം ഇവിടെ പങ്കുവയ്ക്കുന്ന ഓരോ രചനകളും വായിക്കുന്ന ഒരു പരിപാടിയാണിത്. അതിന് തടസ്സം ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ അനുഭവിച്ച ആസ്വാദനത്തിന് സന്തോഷവും സ്നേഹവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റാതെ വരും. തീർച്ചയായും ഇനി ഭ്രൂണം സംസാരിക്കട്ടെ എന്ന തലക്കെട്ടോടുകൂടി എന്ന ടൈറ്റിലോടുകൂടി പ്രിയപ്പെട്ട ഗോപകുമാർ മുതുകുളത്തിൻ്റെ പുസ്തകത്തിൻ്റെ കവറിൻ്റെ പ്രകാശനം ഇന്ന് നടന്നു കഴിഞ്ഞു. അത് വരും ദിവസങ്ങളിൽ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട്. കാത്തിരിക്കുക. അത് പ്രണയമാവാം, വിരഹമാകാം, പ്രതിഷേധത്തിൻ്റെ അഗ്നിയാവാം, കണ്ണീരിൻ്റെ നനവാകാം. ഓരോ കവിതയും ഒരു തുള്ളി രക്തമാണ്. എഴുതുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് അടരുന്ന ഒരു വലിയ തുള്ളി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹം വെച്ചതും IFM-ന്റെ ഇതിൽ അവസാനിക്കുന്നു. ദിസ് ഇസ് മൈ FM 99.7. നമ്മളാം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പുക്കാലുമായി ഒരു കിടിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റർ, ഒരു കിടിലൻ മലു വയർ FM, മൈ FM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ.